ഹായ് ഹലോ നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജന രാമൻ ടി വി DrRanjana'sAyurMomCareലേക്ക് എല്ലാവർക്കും സ്വാഗതം. OPDയിൽ വരുന്ന പല പേഷ്യൻസും പറയുന്ന ഒരു കാര്യമാണ്, ഡോക്ടർ ഞാൻ നന്നായി വെള്ളം കുടിക്കാറുണ്ട്, നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാ ഇലക്കറികളും പച്ചക്കറികളും ഞാൻ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്താറുണ്ട്, റെഗുലറായി ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട്, എനിക്ക് നന്നായിട്ട് ഉറങ്ങാനും പറ്റാറുണ്ട്. എന്നിരുന്നാലും ദിവസം മുഴുവനും എനിക്ക് വല്ലാത്തൊരു ക്ഷീണം, എപ്പോഴും ഉറക്കം തൂങ്ങിയ പോലൊരു ഫീല്, കൈകാലുകളിൽ ഇടയ്ക്കിടയ്ക്ക് മരവിപ്പ് തോന്നാറുണ്ട്. പക്ഷേ എൻ്റെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമലാണ്. നാവിനൊക്കെ വല്ലാത്തൊരു തരിപ്പ്, ഓർമ്മ കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. നിങ്ങൾക്കും ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ? എന്നാൽ ഇത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളാകാം. വൈറ്റമിൻ B12 അല്ലെങ്കിൽ കൊബലാമിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു പോഷക ഘടകമാണ്. നമ്മുടെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന്, DNA നിർമ്മാണത്തിന്, നാഡികളുടെ പ്രവർത്തനത്തിന്, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിന് എല്ലാം സഹായിക്കുന്നത് വൈറ്റമിൻ B12 ആണ്. ഇതൊരു വാട്ടർ സോല്യൂബിൾ വൈറ്റമിൻ ആണ്. അതായത് ഇത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യാതെ ഡയറക്റ്റായി ബ്ലഡ് സ്ട്രീമിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അധികമായി വരുന്ന അളവ് മൂത്രത്തിലൂടെ പുറത്തു പോകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ B12ൻ്റെ അളവ് നമ്മുടെ ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ്. അമിതമായ ക്ഷീണം, വിളർച്ച, ബലക്കുറവ്, കൈകാലുകളിൽ മരവിപ്പോ ചൊറിച്ചിലോ, നാവ് ചുവന്നു വരുന്നതായോ വേദനിക്കുകയോ തോന്നുക, ശ്രദ്ധക്കുറവ് അല്ലെങ്കിൽ ഓർമ്മക്കുറവ്, നടക്കുമ്പോൾ ബാലൻസ് നഷ്ടപ്പെടുക തുടങ്ങിയവയ്ക്കാണ് പ്രധാന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ മറ്റു പല രോഗങ്ങളിലും ഉണ്ടാകാം. അതിനാൽ പരിശോധന കൂടാതെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. സാധാരണയായി ടോട്ടൽ സീറം B12 അല്ലെങ്കിൽ കൊബലാമിൻ ടെസ്റ്റാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. ചില സാഹചര്യങ്ങളിൽ വാല്യൂ കറക്റ്റായി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. കർശനമായി സസ്യാഹാരം മാത്രം കഴിക്കുന്നവരിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കൂടുതലായി കണ്ടുവരാറുണ്ട്. കാരണം വൈറ്റമിൻ B12 അടങ്ങിയിട്ടുള്ളത് ആനിമൽ പ്രൊഡക്ട്സിലാണ്. അതായത് മീറ്റ്, ചിക്കൻ, ഫിഷ്, എഗ്ഗ്, ഡയറി പ്രൊഡക്ട്സ് ആയ മിൽക്ക്, കേർഡ് തുടങ്ങിയവയിലൊക്കെയാണ് കൂടുതലായും വൈറ്റമിൻ B12 ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റായി സസ്യാഹാരം മാത്രം കഴിക്കുന്നവരിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ പ്രായമായവർ, കുടൽ അല്ലെങ്കിൽ ആമാശയവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, അതായത് അസിഡിറ്റി, IBS പോലുള്ള അസുഖങ്ങളുള്ളവർ, കാരണം ഇവരിൽ അബ്സോർപ്ഷൻ കുറവായിരിക്കും. അതായത് വൈറ്റമിൻ B12ൻ്റെ അബ്സോർപ്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് ഇവർക്കതിൽ ഡെഫിഷ്യൻസി കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ദീർഘകാലമായി മരുന്ന് കഴിക്കുന്ന മെറ്റമോർഫിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്നവരിലും സാധാരണയായി വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണാറുണ്ട്. ചികിത്സയുടെ രീതി കുറവിൻ്റെ കാരണം അല്ലെങ്കിൽ തീവ്രത അനുസരിച്ചായിരിക്കും. വളരെ കുറഞ്ഞ അളവിൽ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തിയാൽ മതിയാകും. കൂടുതൽ ഡെഫിഷ്യൻസി ഉള്ളവർക്കാണെങ്കിൽ വൈറ്റമിൻ B12 ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഗുളികകളാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളത്. വൈറ്റമിൻ B12 നമ്മുടെ നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് കൊണ്ട് തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ സിവിയർ ആയിട്ടുള്ള നെർവ് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പെർണീഷ്യസ് അനീമിയ, അതായത് ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം നടക്കാതിരിക്കുക, അതുപോലെ ഡിപ്രഷൻ, ചില കേസുകളിലാണെങ്കിൽ പെർമനൻറ്റ് സ്പൈനൽ കോഡ് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയിൽ ആയുർവേദം ഒരു സപ്പോർട്ടീവ് മെഡിസിൻ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് രോഗിയുടെ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ കൂട്ടുന്നതിന് വേണ്ടി, രോഗിയുടെ അഗ്നിബലം വർദ്ധിപ്പിക്കുന്നതിനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ദീപനപാചന ചികിത്സകളാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. ഇഞ്ചി, ജീരകം, മഞ്ഞൾ പോലെയുള്ള ഡ്രഗ്സും ത്രികടു, ത്രിഫല, ഹിംഗ്വജാതി ചൂർണം പോലെയുള്ള മരുന്നുകളും നമുക്ക് രോഗിയുടെ ഡൈജഷൻ വർദ്ധിക്കുന്നതിനും അഗ്നിബലം കൂട്ടുന്നതിനും വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എള്ളെണ്ണ ഉപയോഗിച്ചുള്ള അഭ്യംഗം, അതായത് ബോഡി മസാജ്, കൈകാലുകളിലെ മരവിപ്പ്, വേദന, ക്ഷീണം ഇവയൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. പ്രാണായാമം പോലെയുള്ള യോഗാരീതികൾ മാനസികമായി ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറയ്ക്കാനും സഹായിക്കുന്നതാണ്. ക്ഷീണം, മരവിപ്പ്, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. ശരിയായ സമയത്ത് പരിശോധന നടത്തി ചികിത്സ സ്വീകരിക്കുന്നത് ദീർഘകാല നാഡീപ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.